ഇത് ഫോർമലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുകയും ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ കൊടുക്കുകയും ഡോക്ടർ മേനോൻ എന്നെ വിളിക്കും. ഇനിയും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി. വി ഫേസ്ഡ്. നമ്മളല്ല ഫേസ് ചെയ്തത്, ഇവിടുത്തെ സാധാരണക്കാർ ഫേസ് ചെയ്തു. മീൻസ് നിങ്ങളെപ്പോലുള്ള വലിയ എക്കണോമിസ്റ്റുകളൊന്നുമല്ല അവിടെ ഓടിയെത്തത്, മത്സ്യത്തൊഴിലാളികൾ ഫേസ് ചെയ്തു. അതുകൊണ്ടാണ് ഈ എണ്ണം കുറഞ്ഞത്, അല്ല ഗവൺമെൻറ് ടെക്നോളജി ഒന്നുമല്ല. ഓക്കെ 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 യു കൻ കറക്റ്റ് ഇറ്റ്. ഓക്കെ, നമ്മൾ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ക്യാമ്പുകളുണ്ടായി. ജസ്റ്റ് ലിസൺ. ക്യാമ്പുകളുണ്ടായി. ക്യാമ്പുകൾക്ക് ശേഷം ഞാൻ ക്യാമ്പിനെ തെറ്റി പറയാം. ക്യാമ്പുകൾ ആരംഭിച്ചു. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെന്ന് ഗവൺമെൻറ് പറഞ്ഞു തരും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ബസ് സമരം നടന്നാൽ ബസ് പിടിച്ചെടുക്കാൻ കളക്ടർക്ക് അവകാശമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, കേരളത്തിലെ ഫ്ലാറ്റുകൾ, ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ, കേരളത്തിലെ റിസോർട്ടുകൾ, പ്രത്യേകിച്ച് ആലപ്പുഴ മേഖലയിൽ ടൂറിസ്റ്റുകളൊന്നുമില്ലല്ലോ, നിങ്ങൾ പിടിച്ചെടുക്കും, അവിടെ ഇവരെ താമസിപ്പിക്കും. ഒരൊറ്റ ഹോട്ടൽ. ഞാൻ പറഞ്ഞത് ഒരു എൻക്രോച്ച്മെൻറ്റിൻ്റെ ഭാര്യയില്ല. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ട്രസ്റ്റിഷിപ്പ് തിയറിയാണ് സർക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മൊമെൻറ്റിൽ തന്നെ ദേ ഹാവ് ഡിക്ലെയർഡ് ദ പൊളിറ്റിക്സ്. ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല. ഓക്കെ, ഇനി അതിന് ശേഷം ദുരന്തമുണ്ടായി. നമ്മളിനി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ഇൻസിഡൻറ്റ്, ഇതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് ഞാൻ കരുതുന്നില്ല. അത് നെതർലൻഡ് വേണമെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഹൗ നെതർലൻഡ് ഈസ് മാനേജിങ് ദെയർ ഡിസാസ്റ്റേഴ്സ്. നോ, ഐ എം നോട്ട്. ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ് ഒരു ഡിസാസ്റ്റർ വന്നു പറയുന്നു, ഇപ്പോഴത്തെ കണക്ക്, പുതിയ കണക്ക് 40,000 കോടി രൂപ. എക്കണോമിസ്റ്റുകൾ ഒരുപക്ഷെ എന്നെ തിരുത്തും. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ലോസ്, എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് 7 to 10 times. എക്സ്പേർട്ട് പറഞ്ഞു ഇത് പരിഹരിക്കാൻ സാർ എത്ര വർഷം എടുക്കുമെന്ന് പറഞ്ഞേ? അടുത്ത വർഷം ഉണ്ട്. ഇത് ഇറ്റ് വിൽ കം എഗെയിൻ ഇൻ എ വൾഗർ മാനർ. കാരണം പഠനം പറയുന്നത് ലോകം ഇനിയും ഈ ശൈത്യകാലത്തേക്ക് പോവുക, മീൻസ് കോൾഡ് സീസണിലേക്ക് പോവുക. ദി എർത്ത് ഇറ്റ് സെൽഫ് ഈസ് മൂവിങ് ടു ദി കോൾഡ് സീസൺ. അതിൻ്റെ ഇമ്പാക്റ്റുകളാണ്. അറിയാമല്ലോ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ക്ലൗഡ്സിലുണ്ടാകുന്ന വ്യത്യാസം 17 times മഴ കൂടുമെന്നാണ് പല പഠനങ്ങളും. 5 to 17 times റെയിൻ വിൽ ബി മോർ, ഇൻക്ലൂഡിങ് കേരള. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് ഈ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ പറയുന്നു, ഞാനിത് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാനത് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്താണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്? കേരള എക്കണോമിയുടെ ഏറ്റവും വലിയ ട്രാജഡി, ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്നത് കേരളത്തിലാണ് സാർ. കേരളത്തിൽ 80കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉള്ളവനും ഇല്ലാത്തവനും മിനിമം ആയിരുന്നു എന്നാണ് കേരളത്തിൻ്റെ ഏറ്റവും. അല്ലാതെ ഇവിടെ മറ്റേ റേഷൻ കടയിൽ മറ്റേ അരി ഉള്ളതുകൊണ്ടല്ല, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളമാണ്. ഇപ്പോൾ അറിയാമല്ലോ, സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങൾ, നൊറാഡിക് രാജ്യങ്ങളാണ്. ഇന്നത്തെ അവസ്ഥ എന്താണ്? നേരെ തിരിച്ചാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കണോമി കുറേ ആളുകൾക്ക് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആർക്കാണ്? അങ്ങനെയെങ്കിൽ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ആ ഗുണം ലഭിച്ച ആളുകളിൽ നിന്ന് ഗാന്ധിയൻ സിദ്ധാന്തം, ഞാൻ വിപ്ലവമൊന്നും റവല്യൂഷൻ ഒന്നും പറയുന്നില്ല കേട്ടോ, ഗാന്ധിയൻ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം അനുസരിച്ച് ഉള്ളവരിൽ നിന്ന് വാങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക? യു സേവ് ദി പീപ്പിൾ. ഞാൻ അദ്ദേഹത്തോട് ചെവി പറഞ്ഞ കാലിഫോർണിയ ഡിസാസ്റ്ററിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 8 to 12 times ഓഫ് വാട്ട് ദി പീപ്പിൾ ലോസ്റ്റ്. നഷ്ടപ്പെട്ടതല്ല കൊടുത്തത്. നിങ്ങൾക്ക് ചെയ്യാമോ? ഞങ്ങളെ എക്കണോമിസ്റ്റ് കൊടുത്തു. ഞങ്ങൾ പറയുന്നു കേരളത്തിൽ 1%, ടേക്ക് 1% ഓഫ് ദി പീപ്പിൾ. നിങ്ങളൊരു കാര്യം ചെയ്യും, യു പുട്ട് സെസ്. അപ്പോൾ നമ്മുടെ ഒരു പ്ലാനിംഗ് ബോർഡ് അങ്ങ് എന്നോട് പറഞ്ഞു, അല്ലേ അതൊക്കത്തില്ല, കാരണം GST ആണല്ലോ. GST അവർക്ക് പുള്ളിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരമില്ല, GST. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, വി ഹാവ് അനദർ പ്രപ്പോസൽ. നോക്കൂ, ഇപ്പോൾ പഞ്ചായത്തുകളിൽ വീടുകൾക്ക് കരമുണ്ട്. നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാമോ? സ്ക്വയർ മീറ്റർ 3 to 5 rupees. എൻ്റെ അർത്ഥം 5000 square feet ഉള്ള ഒരു വീടിന് ഒരു പഞ്ചായത്ത് പരമാവധി വാങ്ങുന്ന കരം 500 meter, ദാറ്റ് ഈസ് 5000 foot into 5. എത്ര വരും? നമ്മൾ പറയുന്നു, യു പുട്ട് ദി വാല്യൂ ഓഫ് ദി ഹൗസ്, ബിക്കോസ് ഇറ്റ്സ് എ ക്രിമിനലിസം. 12 കക്കൂസിൽ താമസിക്കാന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനലിസമാണ്. മലയാളിക്ക് മാത്രമുള്ള അസുഖമാണ്. അമേരിക്കയിൽ പെർ ഹെഡ് ഹൗസ് സൈസ് ഈസ് കമ്മിങ് ഡൗൺ. അമേരിക്കയിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, വാല്യൂവിൻ്റെ 1% സെസ് ഏർപ്പെടുത്തു. അങ്ങനെയാണെങ്കിൽ 1 കോടി രൂപയുള്ള വീടുകൾ 1 ലക്ഷം രൂപയുടെ അടയ്ക്കണം പഞ്ചായത്തിൽ. അപ്പോൾ GST വരില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ, ബട്ട് വി ആർ ഹെൽപ്ലെസ്. പ്ലാനിംഗ് ബോഡീസ്, യു ടോക്ക്, പീപ്പിൾ ലൈക്ക് മീ, ലേമൻ ടോക്ക്. ഓക്കെ, വി ടോൾഡ്, ഐ എം റെഡി ടു സേ. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ രംഗത്തും ഞാൻ പറയുന്നു, സ്വിച്ച് ഇട്ടതുപോലെ കേരളത്തിൽ എത്ര ലക്ഷം കോടി വേണം? യു ടെൽ മീ, ഐ വിൽ സേ ദി പ്ലേസസ് ഫ്രം വെയർ യു ക്യാൻ
നിങ്ങൾ ഇപ്പം ഞാൻ എന്നെ പോലുള്ള ഇത് ഈ പശുവിനെ കിടക്കാൻ ആളുകൾ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നു. M80, കാരണം എല്ലായിടത്തും പോയി സമയത്ത് കറക്കണമല്ലോ. അയാൾക്ക് പെട്രോളിന് 90, 6 കോടി രൂപയിൽ ലാൻഡ് റോവറിന് അടിക്കുന്നത് 500. ഈ ഗവൺമെൻറ് ഒന്ന് പറഞ്ഞുകൂടെ പ്ലീസ്, സെൻട്രൽ ഗവൺമെൻറ്, യു അവോയ്ഡ് എക്സൈസ് ഡ്യൂട്ടി ഫോർ ഡീസൽ ഫോർ 1 ഇയർ. ഏത് കാര്യം ഞാൻ വേറെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ കയ്യിരിക്കുന്ന ദയർ പേഴ്സണൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഗവൺമെൻറ് പറയുന്നു ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ലോക്കറിക്കുന്ന കാര്യം ഞങ്ങളുടെ ട്രഷറിയിലേക്ക് തരൂ, ഞങ്ങളത് കാണിച്ചുവിടൽ. ഇനിയും മോർ ഡിസ്ക്രിപ്റ്റീവ് നല്ലൊരു ഡിസ്ക്രിപ്ഷനാണ് അദ്ദേഹം തന്നെ, നോട്ട് എക്സ്പ്ലനേറ്ററി. ഡോക്ടർ KNSൻ്റെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വേൾഡ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ അതുപോലൊരു ഏജൻസി, UN-ൻ്റെ ആയാലും ഒരു ഏജൻസിയിൽ നിന്ന് ഒരു എക്സ്പേർട്ട് വന്നിട്ട് കുറേ നോർമേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കുറേ പ്രിൻസിപ്പിൾസ് വച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുക, നല്ലത് പറയുക, നല്ല കാര്യം. ഇപ്പം വേൾഡ് ബാങ്കൊക്കെ പൈസ തരാൻ നേരത്ത് എപ്പോഴും ഈ സ്റ്റാൻഡ് പൈപ്പിൻ്റെ അടുത്തൊരു പാവപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കീറി പറഞ്ഞ വസ്ത്രവുമായിട്ട് നിന്ന് വെള്ളം അടക്കാൻ നേരത്ത് അതൊരു മഹാസംഭവം തന്നെയാണ്. വേൾഡ് ബാങ്കിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചാണോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതുപോലെയുള്ള വളരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളെ തന്നെ നമ്മളിത് പറയാവുന്നത് എക്കോ ഫ്രണ്ട്ലിക്ക് പറയാം, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട നെതർലാൻഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയെ തന്നെയാണ് നമ്മളിവിടെ ഏൽപ്പിക്കുന്നത് ഇവിടുത്തെ റീഹാബിലിറ്റേഷനും മറ്റും നടത്താനായിട്ട്. പല രാജ്യങ്ങളും അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വെറുതെ നമ്മൾ ഇതുപോലെ സ്ലൈഡുകളിൽ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ നടക്കാൻ നേരത്ത് ഡോക്ടർ വേലായുധം പറഞ്ഞതുപോലെ ആ പാർക്കിനെ സംബന്ധിച്ച് പറയാൻ നേരത്ത് ആ ഒരു പാർക്കിൻ്റെ മോഡല് നമുക്കിവിടെ പറിച്ചു നടാൻ പറ്റില്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ മോഡൽ ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ സിസ്റ്റം മാറ്റാതെ, ഇവിടെ കംപ്ലീറ്റ്ലി കറപ്റ്റായ ഒരു സിസ്റ്റമാണ്. ഈ പറയുന്ന സ്ഥലത്ത് 52% ഇറ്റ്സ് പ്രൈവറ്റ് എൻ്റർപ്രൈസ് ആയിരുന്നു. ഈ പറയുന്ന അവിടുത്തെ മൊഹാക് എന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള നോക്കാൻ നേരത്ത് അതിലൊരാൾ പോലും ബാക്കിയില്ല. പോട്ട് അവിടെ റേഞ്ചേഴ്സ് വരികയും കോബോയ്സിനെ പോലെയുള്ള റേഞ്ചേഴ്സ് വരികയും അവർ ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ് എടുക്കുകയും, പക്ഷേ അവർക്ക് ഒന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ചില ബുക്സൊക്കെ വായിക്കുന്നത് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ലൂയി ലാമറിൻ്റെ ബുക്സൊക്കെ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. സഡനും ഒലിവർ സ്ട്രേഞ്ചിൻ്റെയൊക്കെ ഞാൻ ഒരുപാട് വായിക്കും. കാരണം എന്താ, അതിലൊക്കെ ആ ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഡാനിയൽ ബൂണിൻ്റെ കഥകളായാലും എന്ത് തന്നെ ആയാലും, ബില്ലി ദ കിഡ് ആയാലും, എല്ലാത്തിലും ഷൈൻ കിഡിലൊക്കെ നമ്മൾ കാണുന്നത് ദ ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ്. അതുകൊണ്ടാണ് അവർക്ക് ഉള്ളൊരു സാധനം നമുക്കില്ലാതെ പോയത്. അവിടെയാണ് സാറൊക്കെ പറയുന്നത് പോലെ ആ മോഡലൊക്കെ പറയും, ഇറ്റ് ഈസ് എ മോഡൽ ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ സിവിക് സെൻസ്. വി നെവർ ഇൻകൾക്കേറ്റഡ് ദ സിവിക് സെൻസ്. അത് നമ്മൾ ആദ്യം മനസ്സിലായി. നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം പ്ലാനിങ്ങും ഇല്ല. പ്ലാനിങ്ങിന് പകരം നീതി ആയോഗ് എന്നൊരു സാധനം, പുതിയൊരു സാധനവും വന്നു കഴിഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ആ ഒരു സാധനവും കഴിഞ്ഞെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്ന. ഇവിടെ തന്നെ നമ്മൾ റിപ്പോർട്ടുകൾ പറയാൻ നേരത്ത് ഈ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് തന്നെ ഒറ്റ ദിവസം why did you have to raise the shutters of 22 dams on a single day? അതുമല്ല, നിങ്ങളെല്ലാം പറയാൻ വിട്ടുപോയൊരു പേര്, ഈ സംഗതികൾ ഇതെങ്ങനെ നിലനിർത്തണമെന്ന് പറഞ്ഞൊരു ഗാഡ്ഗിൽ ഉണ്ടായിരുന്നു. The name was never mentioned. You watered it down to Kasturi Rangan and later to Women v. Women. സാറ് CWCയെ കുറിച്ച് പറഞ്ഞ്, let me ask you a question. I may be a fool or a layman, but still I have the right to ask this question. CWCയുടെ വെബ്സൈറ്റ് എടുക്കാൻ നേരത്ത് ഫ്ലഡ് പ്രോൺ ഏരിയയിൽ കേരള ഇസ് മിസ്സിംഗ്. വൈ ഇസ് ഇറ്റ് സോ? ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇല്ലെന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. ഇവിടെ വേറെ എന്തോ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മോഡൽസിൽ തന്നെ. നമുക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സിംഗിൾ യൂണിറ്റാണ്. എല്ലാവരും പറയുന്നത് 400. ഇന്നലെ ഞാനൊരു പാർപ്പട ഒരു സെമിനാർ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്ത് ഇവിടെ കനകക്കുന്നുണ്ട് അടുത്ത് വിളിച്ച്. സാർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു നമ്മളെ
ഒരു ആർക്കിടെക്റ്റ് പറഞ്ഞു ജപ്പാനിൽ 96 സ്ക്വയർ ഫീറ്റിലെ ബിൽഡിങ്ങുകളാണ് ചെയ്യുന്നത്, സിംഗിൾ യൂണിറ്റ്. എന്തിനാണ് വലിയ വീടുകൾ? കാരണം പാവപ്പെട്ട ആൾക്കാരായിരിക്കും, അവർക്ക് കുറച്ച് ചെറിയ യൂണിറ്റുകൾ മതി, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ പാവപ്പെട്ട ആൾക്കാർ പറയുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് 96, ഞങ്ങൾക്ക് 3000, ഞങ്ങൾക്ക് 5000. ഇത് ഭയങ്കര സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് എന്തിനാണ് സിംഗിൾ യൂണിറ്റിൽ പോകുന്നത്? നമ്മൾ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കൂ. ഇപ്പോൾ തന്നെ ഓരോ പഞ്ചായത്തിൽ 50 മുതൽ 100 വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ക്ലസ്റ്റർ ഉണ്ടാക്കൂ. 50 മുതൽ അല്ലെങ്കിൽ 10 വീടുകളുള്ള 100 വീടുകളുള്ള ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കൂ. കോമൺ വാൾസ്, G+1 ഓർ G+2. മെറ്റീരിയൽസ്, നമുക്ക് പാറകൾ വേണ്ട. ഇപ്പോൾ പോയ 15,000, ഇപ്പോൾ ഇവർ പറയുന്നത് 15,500 മുതൽ 16,500 വീടുകൾ വരെ മൊത്തത്തിൽ പോയി എന്നാണ് പറയുന്നത്. ഈ മൊത്തം പോയെന്ന് വെച്ചാൽ മൊത്തം അങ്ങ് എടുത്തുകൊണ്ട് ഒലിച്ച് അങ്ങ് കടഞ്ഞു വരെ പോയിട്ടില്ല. ഈ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ സ്ലാബുണ്ട്, ബിൽഡിങ്ങിൻ്റെ വാളുണ്ട്. അവിടെ ഡാമേജ് ചെയ്തു. റിക്കവർ ദാറ്റ് വൺ, റീകളക്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉപയോഗിക്കാം, പുതിയ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ഉപയോഗിക്കാം, കോൺക്രീറ്റ് ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ്, കോൺക്രീറ്റ് ബ്ലോക്ക് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് റീസൈക്കിൾ, അത് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ കൺസ്ട്രക്ഷൻ വേസ്റ്റ് മെറ്റീരിയൽസ് യാർഡിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസയും കൊണ്ട് തരും. അതവരെന്ത് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് വീണ്ടും അഗ്രിഗേറ്റും മണലുമായിട്ട് മാറ്റിയിട്ട് കൊടുക്കും. കാരണം റോഡിന് ഉപയോഗിക്കാം, ഫൗണ്ടേഷൻ ഉപയോഗിക്കാം, ഫ്ലോറിനടിയിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. ഈ ക്ലസ്റ്റർ ഹൗസസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് ഉപയോഗിക്കാം, ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. നമ്മളെ ഫാക്റ്റ് ഉണ്ട്, റാപ്പിഡ് വാൾ കൺസ്ട്രക്ഷൻ പുതിയൊരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ടെക്നോളജിയാണ്. കഴിഞ്ഞ 20 ഇയേഴ്സായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലോകത്ത് പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. IIT മദ്രാസ് അവർ ക്യാമ്പസിൽ ഒരു G+2 ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇറ്റ് ഈസ് എർത്ത് റെസിസ്റ്റൻറ്റ് ആൻഡ് മോയ്സ്ചർ റെസിസ്റ്റൻറ്റ്. ഈ പാനൽസ് മാനുഫാക്ചർ ചെയ്യുന്ന നമ്മുടെ ഫാക്ടറിയിലുണ്ട്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്? ജിപ്സം. അവർ ഉപയോഗിക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ജിപ്സം കോടിക്കണക്കിന് ടൺ കിടക്കുകയാണ് അവിടെ. പക്ഷേ ഇത് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഗവൺമെൻറ് ഈസ് നോട്ട് പ്രപ്പോസിങ്. ഞങ്ങൾ അവിടുത്തെ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം ഫാക്ടറി ജിപ്സം പ്രൊഡ്യൂസ് ചെയ്യുക. ജിപ്സം ഒരു ബൈ പ്രോഡക്റ്റ്, വേസ്റ്റ് പ്രോഡക്റ്റാണ്, അവരുടെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. ഈ വേസ്റ്റ് പ്രോഡക്റ്റിലെ ഗ്ലാസ് റീൻഫോഴ്സ്ഡ് ജിപ്സം, അതാണ് ഗ്ലാസ് ഫൈബർ റീൻഫോഴ്സ്ഡ് ജിപ്സം. അപ്പോൾ ഗ്ലാസ് ഫൈബർ റീൻഫോഴ്സ്ഡ് ജിപ്സം എന്ന് വെച്ചാൽ വാൾ പാനൽസും സ്ലാബ് പാനൽസും അവർ ഉണ്ടാക്കുന്നത്, മാനുഫാക്ചർ ചെയ്ത് തരും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ എ വീക്ക് ടൈം ദേ വിൽ മാനുഫാക്ചർ ആൻഡ് ഗിവ് us. കൺസ്ട്രക്ഷൻ ടൈം ഈസ് ക്ലസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഇതുപോലുള്ള ചെറിയ വീട് ചെയ്യുകയാണെങ്കിൽ വിതിൻ 1 or 2 weeks വി ക്യാൻ ബിൽഡ് എ ഹൗസ്. ഒരു ക്ലസ്റ്റർ ചെയ്യണമെങ്കിൽ 3 to 4 months 50 houses വി ക്യാൻ ബിൽഡ്. മാക്സിമം കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിങ് വാട്ടർ ക്ലോസറ്റ് 1,200 rupees per square feet. ഇത്രയാവും. അത് ഫിനിഷ്ഡ്. നമുക്ക് എന്താ വെസ്റ്റേൺ കണ്ടിട്ട് പൊട്ടിക്കേണ്ട, കാരണം നമുക്ക് ഫൗണ്ടേഷൻ ഇതെല്ലാം റിക്കവർ ചെയ്താൽ മതി. വെസ്റ്റേൺ കണ്ടിട്ട് പൊട്ടിച്ച് പാറയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ സ്ലാബിന് മാത്രം കുറച്ച് കോൺക്രീറ്റ് വേണം. സ്ലാബിനകത്തും വാളിൻ്റെ ക്യാവിറ്റീസ് ഫില്ല് ചെയ്യാനായിട്ട് വേണം. അത് കുറച്ച് പോർഷൻസ് നമുക്ക് റിക്കവർ ചെയ്യുന്ന സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഒരു സാധാരണ ഒരു സ്ലാബിന് ഉപയോഗിക്കുന്നതിൻ്റെ 50% കോൺക്രീറ്റാണ് നമുക്ക് വേണ്ടത്. ആ കോൺക്രീറ്റ് നമുക്ക് ഏത് അവിടെ നിന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൺട്രോൾഡ് കോറിങ് മുഖേന നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റോക്ക് കൂളിനാകുമ്പോൾ വേറെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇതാകുമ്പോൾ ജിപ്സം ഫൈബർ റീൻഫോഴ്സ് ജിപ്സം ആകുമ്പോൾ ജിപ്സം ഈസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ലൈങ് ദെയർ. വളരെ ചീപ്പ്. അവർ റോഡിൽ അല്ലല്ല, അത് വേറെ സ്ഥലം സാർ. ഈ ജിപ്സം ഈ ജിപ്സം എന്ന് വെച്ചാൽ അവർ പാനൽ മാനുഫാക്ചർ ചെയ്ത് ക്യാവിറ്റി പാനൽസ് 154 mm തിക്കുള്ള പാനൽസാണ് തരുന്നത്. തെർമൽ ഇൻസുലേഷനാണ്, മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ഉണ്ട്, ഫയർ റെസിസ്റ്റൻ്റ് ആണ്, എർത്ത് റെസിസ്റ്റൻ്റ് ആണ്. 8 സ്റ്റോറി വരെ ചെയ്യാൻ വേണമെങ്കിൽ. ഞാൻ പ്രപ്പോസ് ചെയ്യുന്നില്ല 8 സ്റ്റോറീസ്, G+1 or 2. കാരണം 8 സ്റ്റോറി ചെയ്ത് ഒരു ലിഫ്റ്റൊക്കെ ഇല്ലാതെ ഇത് വാളും സ്ലാബിന് ഉപയോഗിക്കാം. സ്ലാബിന് ഉപയോഗിക്കുമ്പോൾ റിബ് സ്ലാബ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിബ് സ്ലാബ് എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ചെറിയ ബീംസ് ഉണ്ട്. അവർ വാൾസ് കംപ്ലീറ്റ് വലിയ വാൾസ് മാനുഫാക്ചർ തരും. ഇത് വളരെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാനലിൽ വലിയ ക്രെയിൻ വേണം. ഇത് ലിഫ്റ്റ് ചെയ്ത് വെക്കണം. ഇത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് വലിയ ക്രെയിൻ വേണം. ഇപ്പോൾ നമുക്ക് അക്സസിബിലിറ്റി ഉള്ള ഏരിയയിൽ ചെയ്താൽ മതി. അപ്പോൾ സാർ, ഈ അവതരിപ്പിക്കപ്പെട്ട 3 പ്രസൻറ്റേഷൻസും 3 രീതിയിലാണ് അവർ അതിനെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ 3 രീതികളിലും അത് വളരെ അതോറിറ്റേറ്റീവ് ആൻഡ് ആതൻറ്റിക് ആയിരുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. താങ്ക്സ്. ആദ്യം പിന്നെ നമ്മൾ ഈ കാര്യങ്ങളെ വികാരപരമായിട്ട് സമീപിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മളെ സംബന്ധിച്ചോളം, കേരളീയനെ സംബന്ധിച്ചോളം ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പോലും അവൻ അന്ധവിശ്വാസമാണ്. രണ്ടാമത്തത്
വികസനമെന്ന് പറയുന്നത് മാളും ഫ്ലാറ്റുമാണ് എന്ന ഒരു അന്ധവിശ്വാസം. അങ്ങനെ 2 അന്ധവിശ്വാസങ്ങളാണ് കേരളീയരെ ഭരിക്കുന്നതും കേരളീയരെ നിതരാം ഇങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പഴയ 2 നമ്മളിപ്പം ഈ ഗവൺമെൻറ്റിനെയോ ഇതിനെയോ ഒക്കെ കുറ്റം പറയുന്നത് അതിലാരോ സാറാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഒന്ന് ഡാം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആ സിൽറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഒരു ഡാമിനും അത്തരത്തിലൊരു പരിശോധന നടത്തിയതായിട്ട് ഒരു കേട്ടറിവുമില്ല, അതിൻ്റെ ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിൽ എത്ര കണ്ട് ചെളിയാണ് അടിഞ്ഞിരിക്കുന്നത്, അതിലെത്രത്തോളം വെള്ളമാണുള്ളത് എന്നുള്ളതിൻ്റെ പരിശോധനയൊന്നുമില്ല. ചരിത്രമൊക്കെ പറയും. ഇതൊക്കെ കേട്ട് കഴിയുന്ന അവസരത്തിലാണ് നമുക്ക് എന്താണ് പറയുക, ഈ ഉണ്ടായ നാശനഷ്ടങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇനി ഇത് വരാതിരിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇവരെ എങ്ങനെ സഹായിക്കുക അല്ലെങ്കിൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു നിർദ്ദേശം കൂടുതലായിട്ട് കിട്ടിയില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് ഒരുപാട് പേര് ദാരിദ്ര്യത്തിലേക്ക് പോയി. ഇദ്ദേഹം പറയുന്ന പോലെ പാർക്കൊക്കെ നല്ലതാണ്, ഒക്കെ ശരിയാണ്. ഇദ്ദേഹം പറയുന്ന ഡിസാസ്റ്ററൊക്കെ നല്ലതാണ്. എനിക്കതിനകത്ത് ഇതിലൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വ്യക്തമായിട്ട് 2-3 സജഷൻസാണ്. അപ്പോൾ നിങ്ങൾ നാളെ പ്ലാനിംഗ് ബോർഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയുക. ഒന്ന്, ഇപ്പോഴും ഏകദേശം 14 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഏകദേശം 8000 പേര് ജീവിക്കുന്നുണ്ട്, പാവങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. ഡേറ്റ വെച്ച് നമ്മൾ കളക്ട് ചെയ്യണം. അല്ല, എല്ലാ പേപ്പറിലും വരുന്നുണ്ട് കേട്ടോ, വിശേഷിച്ചും ഹിന്ദുവിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട് 14 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഏകദേശം 8000 പേര് കഴിയുന്നുണ്ട്. അങ്ങനെ കഴിയുന്നവരെ തീർത്തും നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഹാളുകളോ അല്ലെങ്കിൽ കല്യാണ മണ്ഡപങ്ങളോ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റി നമ്മുടെ കംഫർട്ട് ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അതാണ് ഇന്ന് അടുത്ത് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മൾ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കലാമിറ്റി ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ബിക്കോസ് ഓഫ് ഹ്യൂമൻ. വീട് വയ്ക്കാൻ പാടില്ലാത്തടത്ത് വീട് വെച്ചു, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്തടത്ത് കൺസ്ട്രക്ട് ചെയ്തു, എല്ലാം ചെയ്തു. എന്നിട്ട് പ്രകൃതി അത് പ്രതികരിച്ചപ്പോൾ നമ്മളത് അനുഭവിച്ചു. വി ആർ ഗോയിങ് ടു ഡു ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ. അപ്പോൾ അത് ഞാനിപ്പോൾ പറയുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരിക്കലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ബിക്കോസ് അവർ തോട്ട് പ്രോസസ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ കംഫർട്ടിൽ നിന്ന് ഞാൻ പുറത്തു വരുമോ, ഇങ്ങനെ ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ കംഫർട്ടിൽ നിന്ന് പുറത്തു വരുമോ? നേരത്തെ സാറ് പറഞ്ഞ പോലെ എത്ര 100 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേരാണ് താമസിക്കും? അവൻ കമ്പയർ ചെയ്യുന്ന തൊട്ടപ്പുറത്തുള്ള 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടായിരിക്കും, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ഒരു കംഫർട്ട് ലെവലിൽ നിന്ന് നമുക്ക് പുറത്തു വരാതെ പ്രകൃതി എന്താണെന്നും അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നമ്മുടെ സ്ഥാനം എന്താണെന്നും ഒരു തിരിച്ചറിവില്ലാതെ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ എടുക്കണം, അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്ന ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഫോർ അസ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്തിന് പുഴ വേണം, എന്തിന് മരം വേണം, എന്തിന് കാട് വേണം, നമുക്കത് വേണം, നമുക്ക് വെള്ളം വേണം, നമുക്ക് ഭക്ഷണം വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് വേണ്ടത്. ദിസ് ഈസ് അവർ കോമൺ മൈൻഡ് സെറ്റ്. പക്ഷെ അങ്ങനെയല്ല, വി ആർ ജസ്റ്റ് പാർട്ട് ഓഫ് ദ നേച്ചർ. ഏതൊരു പുല്ലിനെയും പുഴുവിനെയും പക്ഷിയെയും പോലെ നമ്മളും ജസ്റ്റ് ആ ഒരു പ്രകൃതിയുടെ ഭാഗമാണെന്നും അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ എന്നും ഒരു തിരിച്ചറിവ് ഉണ്ടാവാതെ നമ്മൾ അതിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയാലും വി ആർ ആക്ച്വലി ഗോയിങ് ടു ഡിസ്ട്രക്ട് ദ നേച്ചർ. അത് നമുക്ക് തിരിച്ച് വിപരീത ഫലം തന്നെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് ഒരിക്കലും ഇത്രയും ഒരു ഡീപ്പ് ഇക്കോളജി കോൺസെപ്റ്റിൽ ഒരിക്കലും ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റീഷ്യൻസോ ഉദ്യോഗസ്ഥരോ ഒന്നും ഇതിനകത്തേക്ക് വരില്ല. കാരണം അതിനകത്ത് മണി ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് സാറിനോട് റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ ഏതൊരു കാര്യം എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞ ഈ കംഫർട്ട് ലെവലിൽ നിന്ന് ചിന്തിക്കാം. അതേസമയം തന്നെ നമുക്ക് അതിൻ്റെ ഡീപ്പ് റൂട്ട് ലെവലിൽ പോയി നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് റീബിൽഡിങ് ദ കേരള. ഇപ്പോൾ ഒരു പാലം ഒലിച്ചു പോയി, എനിക്ക് അവിടെ തിരിച്ച് പാലം കെട്ടണം, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ പാലം കെട്ടണം. ഒരു വീട് പോയി, അതുപോലെ ഒരു വീട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായിട്ട് വീട് വെക്കണം. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. നേരത്തെ നമ്മൾ ഒരു 10% ഡാമേജാണ് നമ്മൾ ചെയ്തു വെച്ചെങ്കിൽ വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ 100% ഡാമേജാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി തിങ്ക് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ അഗെയിൻ.